PSC കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ചിട്ടാണ്. PSC മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയിയാണ്. വർഷം 1934 ദ ഇന്ത്യൻ പേട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം ഈ ഒരു ആവശ്യം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയിയാണ്. വർഷം 1934. പത്രം ചോദിച്ചാൽ ഇന്ത്യൻ പേട്രിയോട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MN റോയിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് MN റോയിയാണ്. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റാഡിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ് MN റോയി. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും റാഡിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സ്ഥാപകൻ ആര് തന്നെയാണ്? MN റോയിയാണ്. പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര്? MN റോയ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയിയാണ്. 1934 ദ ഇന്ത്യൻ പേട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനെന്നും മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റാഡിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയുടെ സ്ഥാപകനെന്നും അറിയപ്പെടുന്നത് ആരാണ്? MN റോയിയാണ്. പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര്? MN റോയ്. INC ആദ്യമായി ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച വർഷം 1935 ബോംബെ സമ്മേളനത്തിലാണ്. 1935 ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. 1935 ബോംബെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1935 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1936 INCയുടെ ലക്നൗ സമ്മേളനത്തിലും 1937 INCയുടെ ഭേസ്പൂർ സമ്മേളനത്തിലും ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ഉന്നയിച്ചു. 1936 INCയുടെ ലക്നൗ സമ്മേളനത്തിലും 1937 INCയുടെ ഭേസ്പൂർ സമ്മേളനത്തിലും നാം ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്നുള്ളൊരു ആവശ്യം എന്ത് ചെയ്തു? ഉന്നയിക്കപ്പെട്ടു. ഈ രണ്ട് സമ്മേളനങ്ങളും ഏതൊക്കെ? 1936 INCയുടെ ലക്നൗ സമ്മേളനത്തിലും 1937 INCയുടെ ഭേസ്പൂർ സമ്മേളനത്തിലും അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന് അറിയാമോ? മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടിയാണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ച വർഷം 1923. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഏത് വർഷമാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 1923 മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പാർട്ടി രൂപീകരിച്ചത്. പുറത്തുനിന്നുള്ള കൈകടത്തലില്ലാതെ സ്വതന്ത്ര ഇന്ത്യക്കായി പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. പുറത്തുനിന്നുള്ള കൈകടത്തലുകളൊന്നുമില്ലാതെ സ്വതന്ത്ര ഇന്ത്യക്കായി പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചത് ഏത് പ്രഖ്യാപനത്തിലൂടെയാണ്? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ്. വർഷം 1940 ഓഗസ്റ്റ് 8. INCയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചത് ഏത് പ്രഖ്യാപനത്തിലൂടെയാണ്? ഓഗസ്റ്റ് ഓഫർ. വർഷം ചോദിച്ചാൽ 1940 ഓഗസ്റ്റ് 8.
ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ലിൻലിത്ഗോയുമാണ്. തിരിഞ്ഞു പോകരുത്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോയുമാണ്. ഓഗസ്റ്റ് ഓഫർ പരാജയശേഷം ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? ക്രിബ്സ് മിഷൻ. 1940 ഓഗസ്റ്റ് ഓഫറിന്റെ പരാജയത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നിയോഗിച്ച കമ്മീഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്രിബ്സ് മിഷൻ എന്നാണ്. ക്രിബ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1942 മാർച്ച് 22. ക്രിബ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 22-നാണ്. ക്രിബ്സ് മിഷന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? സ്റ്റഫോർഡ് ക്രിബ്സ്. ക്രിബ്സ് മിഷന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? സ്റ്റഫോർഡ് ക്രിബ്സ് ആണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ക്രിബ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ക്രിബ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നയിച്ച ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ആദ്യം അംഗീകരിച്ചത് 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെ. പക്ഷെ അതൊരു പരാജയമായിരുന്നു. പിന്നീട് അതിനുശേഷം വന്നതാണ് 1942 മാർച്ച് 22-ന് ക്രിബ്സ് മിഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അതും എന്തായിരുന്നു? ഒരു പരാജയമായിരുന്നു. ക്രിബ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിബ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇനി ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷനാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ദൗത്യം ഏതാണ്? അത് ക്യാബിനറ്റ് മിഷനാണ്. ക്രിബ്സ് മിഷനോ ഓഗസ്റ്റ് ഓഫറോ അല്ല. അതിൻ്റെ രണ്ടിൻ്റെയും പരാജയത്തിന് ശേഷം ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്, ആ ഒരു ദൗത്യം ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രിയാണ് ക്ലെമൻ അറ്റ്ലി. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണ്? ക്ലെമൻ അറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പൃഥ്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിബ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ പ്രധാനപ്പെട്ട 3 അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അത് പൃഥ്വിക് ലോറൻസും സ്റ്റെഫോർഡ് ക്രിബ്സും AV അലക്സാണ്ടറുമാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. എന്താണ്? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പൃഥ്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1946 മാർച്ച് 24-നാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ അറ്റ്ലി ആയിരുന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിൽ വന്നപ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയിരുന്നു ആര്? ക്ലെമൻ അറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് നൽകിയ വർഷം 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് നൽകിയ വർഷം ഏതാണ്? 1946 മെയ് 16-നാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1946. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് ചോദിച്ചാൽ 1946 മാർച്ച് 24-നും ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് നൽകിയ വർഷം 1946 മെയ് 16-നും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1946-ലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.